ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ബാംഗ്ലൂർ ഡേയ്സ് പാർട്ട് 4 വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഓൺ ദ വേ ഉള്ള ക്ലിപ്സാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഇൻട്രോ ഒന്നും ഈ വീഡിയോയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമുക്ക് ട്രാവൽ ചെയ്യണം, ഒത്തിരി ട്രാവൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുമ്പോൾ നമ്മൾ മെഡിസിനൊക്കെ കഴിച്ചിട്ടായിരുന്നു പോയത്. അതുകൊണ്ട് എല്ലാം നല്ല ഉറക്കമായിരുന്നു ഗൈസ്, മെഡിസിൻ കഴിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കിടന്നുറങ്ങി എന്തുകൊണ്ട് ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചാമുണ്ടീശ്വരി ടെമ്പിളിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടെയാണ് ആദ്യം പോയി. ഭയങ്കര തിരക്കായിരുന്നു, നമ്മൾ അകത്തേക്കൊന്നും കയറിയില്ല, ജസ്റ്റ് ഒന്ന് തൊഴുതു വന്നു, അത്രയേ ഉള്ളൂ. അവിടെ ഇഷ്ടം പോലെ കടയുണ്ടായിരുന്നു. അതിലാണ് ഞങ്ങൾ നോക്കിയത്. കുറേ അടിപൊളിയായിട്ടുള്ള കടകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിക്കുകയൊന്നും ചെയ്തില്ല, പക്ഷേ ഇങ്ങനെ പോയി നോക്കാമല്ലോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്തോ ഒരു കരിക്കും വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു, അത്രയും കണ്ടേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി ഫസ്റ്റ് തൊഴുതിട്ട് നമ്മൾ പിന്നെ അവിടെ കുറച്ച് കണ്ട് നമ്മൾ തിരിച്ച് വണ്ടിയൊക്കെ നമ്മൾ ട്രാവലറിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഏകദേശം ഒരു 11 പേരായിരുന്നു. അപ്പോൾ എല്ലാവരും ആരൊക്കെയാണെന്ന് പറയാനായിട്ടുള്ള സമയം ഒന്നുമില്ല നമുക്ക്. അപ്പം നമ്മൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു വന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറാൻ പറ്റിയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. തിരക്കെന്ന് വെച്ചാൽ ഭയങ്കര തിരക്ക്. പിന്നെ നമ്മൾ തിരക്കിനിടയ്ക്കൊന്ന് ഇടിച്ച് കയറുക ഒന്നും പോയില്ല. അപ്പം നമ്മൾ അവിടെ ഒരു ടെമ്പിൾ പോലെയും പിന്നെ അവൻ്റെ പുറത്തുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് കാണുമായിരുന്നു ഫസ്റ്റ്. അതൊക്കെ കഴിഞ്ഞില്ല, ഒരാൾ ഇവിടെ മറ്റേ വാളൊക്കെ പിടിച്ച് ഇതാരായിരുന്നു ഞാൻ ശരിക്കും മറന്നു പോയിട്ടുണ്ടായിരുന്നു വയസ്സ്. ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ ആരാന്ന്. ശരിക്കും ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി, പേര് ഞാൻ ഓർത്ത് വെച്ചാണ്. അപ്പം എന്താ ഞാൻ അവിടെ നിൽപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു സംഭവം ഞാൻ കാണിച്ചതാണ് കേട്ടോ. ഞാൻ തന്നെ ഞെട്ടി നിൽക്കുകയാണ്. കണ്ടോ, ഇതെന്ന് വെച്ചാൽ ശരിക്കും ഒരാളാണ് ഗൈസ്. പക്ഷെ ആൾ സ്റ്റാച്യു പോലെ നിൽക്കുന്നു. എൻ്റെ പൊന്നേ, ഫസ്റ്റ് ടൈം വിചാരിച്ച് സ്റ്റാച്യു ആയിരുന്നു, പിന്നെ പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഒരാളാണ്. ശരിക്കും റിയൽ ആയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പം എന്താ നമ്മൾ പിന്നെ നമുക്ക് കുറച്ച് ബോധമൊക്കെ വന്നു. എന്ന് മീൻസ് ഉറക്കത്തിൻ്റെ അതൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ വണ്ടിയിൽ നിന്ന് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. നമ്മൾ ട്രാവലറാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ട്രാവലർ വിളിച്ച് എന്നെ തിരിച്ചും പറഞ്ഞിലേക്ക്. അപ്പം നമ്മളത് കഴിഞ്ഞ് നമ്മളൊരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ വ്യൂ പോയിൻ്റ് വന്ന് മൈസൂർ സിറ്റി ഫുള്ള് കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ്. അപ്പം നമ്മൾ അത് മൈസൂർ പാലസാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നമ്മുടെ മൈസൂർ സിറ്റി മൊത്തം നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ നമ്മുടെ മൈസൂർ പാലസും അതും ഇതും എല്ലാ സാധനങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ കാണാൻ ഒത്തിരി ഉണ്ടായിരുന്നു. കുറേ കുഞ്ഞു കുഞ്ഞു ബിൽഡിങ്സ് ഒക്കെ പോലെ ഉണ്ടായിരുന്നു. നല്ല രസമാണ്. നമ്മൾ അത്രയും ഹൈയിൽ ഒത്തിരി മുകളിൽ നിൽക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ. സോ അത് കഴിഞ്ഞ് നമ്മൾ നേരെ മൈസൂർ പാലസിനകത്ത് പോകുന്ന വഴി നമ്മൾ നിർത്തി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇഡലിയും മുളകും ചമ്മന്തിയും അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ചപ്പാത്തി കൊണ്ടായിരുന്നു, അതൊക്കെ കൊണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇഡ്ഡലിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്കുള്ള ആ ഒരു കുറച്ച് വ്യൂ ഞാനൊന്ന് ആഡ് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞുള്ളൂ, പിന്നെ ഭയങ്കര ഉറക്കമായിരുന്നു, പിന്നെ ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ പകുതി അവിടെ ചെന്ന് അപ്പം നമ്മൾ എഴുന്നേറ്റു. എന്നാലും ഒരു ബോധമില്ലായ്മ പുറത്തില്ലേ, അങ്ങനെയൊക്കെ നടക്കുമായിരുന്നു. ശരിക്കും ആരും അവോമിൻ നട്ടോ മെഡിസിൻ്റെ പേര്, അത് കഴിച്ചാലുള്ള അനുഭവം അപ്പം നമ്മൾ പോകുന്ന വഴികൾ കുറച്ച് ക്ലിപ്സൊക്കെയാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഞാൻ കുറേ പ്രാവശ്യം പറഞ്ഞു. അപ്പോൾ ഗൈസ്, ഇവിടുന്ന് മൈസൂർ പാലസിലേക്ക് വലിയ ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹിൽസിൻ്റെ മുകളിലാണ്, താഴേക്ക് പോയാൽ മതി ഗൈസ്, അങ്ങനെയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാണ് കേട്ടോ ഇവിടുന്നൊക്കെ പോയത്. പിന്നെ നമ്മൾ മൈസൂർ പാലസിലേക്ക് പോയി. നിങ്ങൾ മൈസൂർ പാലസിൽ പോയിട്ടുണ്ടോ എന്ന് പറയണേ. പിന്നെ ശരിക്കും പറഞ്ഞാൽ മൈസൂർ 1-2 ദിവസം 2-3 ദിവസം നിന്നിട്ട് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ ടിക്കറ്റിൻ്റെ ചാർജൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത്. മൈസൂർ പാലസിലെത്തി. പിന്നെ ബാഗ് ചെക്കിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ പാലസിലേക്ക് കയറാൻ പോകുകയാണ്. പിന്നെ ഇതൊക്കെ ഞാൻ കുറച്ച് സ്പീഡിലായിരുന്നു ഗൈസ് ഇട്ടിരുന്നത്, കാരണം നിങ്ങൾക്ക് ഒത്തിരി നേരം ഇതിങ്ങനെ സോ വീഡിയോ ഇല്ലേ, അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ. അപ്പോൾ ഗൈസ്, നമ്മളിത് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് സ്പീഡിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്, കാരണം നമുക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ പെയിൻറ്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിട്ട് അതൊക്കെ കാണുമ്പോൾ. അതായത് ഒരു പ്രാവശ്യയിൽ മൈസൂരിൽ പോയി ഇതൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ എൻട്രി ഫീസൊക്കെ ഞാൻ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ പിന്നെ കുറേ കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കണ്ണാടിയിൽ നിന്നൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു.
സോ അതൊക്കെ കഴിഞ്ഞ് ഇത് ഒരു പ്രൈവറ്റ് ദർബാറിലേക്കാണ് പോകുന്നത്. ഇത് നമ്മുടെ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെയാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി ഇറങ്ങുക, സ്റ്റെപ്പ് കയറി അതാണ് നമ്മൾ. പിന്നെ അവിടുത്തെ രാജാവിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു പ്രൈവറ്റ് ദർബാറാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മൈസൂർ പാലസ് ഫുള്ള് കണ്ട് കഴിഞ്ഞു. ഒത്തിരി ക്ലിപ്സൊന്നും എടുത്തില്ലായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഒത്തിരി കാര്യങ്ങൾ കാണാനുള്ളത്, പക്ഷെ പെട്ടെന്ന് കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാൻ കുറച്ച് സ്ഥലം എടുത്ത് തന്നിട്ടുണ്ട്, ബാക്കി കുറേയൊക്കെ ഉണ്ട്, നമ്മളെ കാണിച്ചില്ല. സോ പിന്നെ നമ്മൾ സൂയിലാണ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നൊരു 10-15 മിനിറ്റ് പോയാൽ മതിയിട്ടുണ്ടായിരുന്നു സൂയിന്. സൂയിൽ നമ്മൾ പോയി ശരിക്കും നമ്മൾ കുറേ നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം തുള്ളിച്ചാടിയൊക്കെ പോയി. പിന്നെ കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ക്ഷീണിച്ചു വന്നു. അങ്ങനെ ആയിപ്പോയി. പിന്നെ നമ്മൾ ഒരു വണ്ടി ഉണ്ടായിരുന്നു, അത് ഒരാൾക്ക് 100 രൂപ എന്തോ ആണ്. പക്ഷേ നമ്മൾ നടന്നു പോയാൽ നമുക്ക് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കയ്യിലൊക്കെ പീലി എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ഒരു കാഴ്ചയായിരുന്നു ഗൈസ് അത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറേ മൃഗങ്ങളെ കാണാം. പക്ഷെ എല്ലാത്തിനും കൂട്ടി നമുക്ക് ഫ്രീ ആയിട്ട് ഒരാളെ കാണാൻ, ആരെന്നല്ലേ എലിയെ കാണാറുണ്ട് ഗൈസ്. ഓരോ മൃഗങ്ങളുടെ അടുത്തും എലിയുണ്ട്. പിന്നെ ഈ വാലുള്ള ഇപ്പോൾ ഒരു മൃഗത്തിനെ കണ്ടില്ലേ, പക്ഷിയെ കണ്ടില്ലേ, അതിന് വാലുള്ളതെല്ലാം ആണും പിന്നെ വാലിലത്തെ പെണ്ണും. നമ്മുടെ മയിലിനെ പോലെ തന്നെ ഉണ്ട് പക്ഷിയാണ്. അതൊക്കെ കഴിഞ്ഞത് അവിടെ കോഴിയുടെ എന്ന് പറഞ്ഞു അല്ലേ, നമുക്ക് കാണുമ്പോൾ കോഴി ഇടും, പക്ഷെ അതിന്റെ പേരൊക്കെ വേറെ കേട്ടോ ഗൈസ്. സോ എല്ലാത്തിനും പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ആദ്യം ഞാൻ ഓടുമായിരുന്നു, പിന്നെ ഞാൻ നടന്നു ഇരുന്ന് അങ്ങനെ ഓടിക്കൊണ്ടിരുന്നത്. പിന്നെ ഇവിടുന്ന് ചിലപ്പം നമ്മൾ നടന്നു പോയി ഒരു ടോപ്പ് 2 കിലോമീറ്റർ എന്ന് കാണിച്ചു. അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത 2.1 കിലോമീറ്റർ എന്നൊക്കെ കാണിക്കുന്നത്. 2.1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒരു കിലോമീറ്റർ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ 2 കിലോമീറ്റർ എന്ന് കാണിക്കുന്നത്. അതിന് കുറേ നടക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു 3 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു 4-5 കിലോമീറ്റർ മിനിമം കാണും. നമ്മൾ ആ ഒരു ദിവസം എനിക്ക് തോന്നുന്നു ഒരു 6 കിലോമീറ്റർ നടന്നിട്ടുണ്ട്. സിംഹം ഭയങ്കര എന്താ പറയുക ആക്റ്റീവായിരുന്നു. നമ്മുടെ റോയൽ ബംഗാൾ ടൈഗർ പൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൃന്ദാവൻ ഗാർഡൻസിലാണ് പോയത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മ്യൂസിക്കൽ ഫോൾസ്. പക്ഷെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് പോയത്. അപ്പം നമ്മൾ അവിടെ പോയി നിന്നു. 6:30 തുടങ്ങുമെന്ന് പറഞ്ഞു. നല്ലൊരു മഴയൊക്കെ പെയ്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ ഫുള്ള് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അവിടെ ലൈറ്റൊക്കെ ഇട്ടു. വാട്ടർഫോൾസിന് ഞങ്ങളിങ്ങനെ മനസ്സിൽ ഇപ്പം തുടങ്ങും പക്ഷെ ഇപ്പം തുടങ്ങിയില്ല. ഡാൻസിങ് ഫോൾസ് ഒക്കെ വേറെ സ്ഥലത്തായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച സംഭവം. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെയാണ്, അതിൻ്റെ അക്കരെയായിരുന്നു സംഭവം. നമ്മൾ തിരിച്ച് പോരാൻ നേരത്ത് കണ്ടു. പിന്നെ എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വണ്ടി കയറിയിരിക്കും. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും വ്ലോഗ് വരുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് പിക്ചേഴ്സ് കണ്ടുകൊണ്ടിരിക്കുക.